കെ.എസ്. ബിമൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അനേകം മാനങ്ങളുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനും നേതാവുമായി ആരംഭിച്ച അദ്ദേഹം കവി എന്ന നിലയിൽ, നാടകകൃത്ത് എന്ന നിലയിൽ, നാടക സംവിധായകൻ എന്ന നിലയിൽ, ഒരു സഹൃദയനായ സംഘാടകൻ എന്ന നിലയിലെല്ലാം തന്നെ ജനങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റി. ബിമലിൻ്റെ ഓർമ്മ നിലനിർത്തുക എന്നത് കേരളത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണവും ഉജ്ജ്വലവുമായ ചില ഓർമ്മകളെ ഉയർത്തിപ്പിടിക്കുന്നതിന് തുല്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ബിമലിൻ്റെ ജീവിതം തന്നെ ആ തരത്തിൽ മാതൃകാപരമായിരുന്നു. ഇടതുപക്ഷമായുള്ള അദ്ദേഹത്തിൻ്റെ പല രീതികളിലുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വളരെയധികം പ്രഭാമയമാക്കി. മുഖ്യധാര ഇടതുപക്ഷവുമായി ആദ്യം ചേർന്ന് പ്രവർത്തിക്കുകയും പിന്നീട് വിയോജിക്കേണ്ടി വന്നപ്പോൾ ധൈര്യത്തോടുകൂടി തന്നെ വിയോജിക്കുകയും ചെയ്ത ഒരാളായിരുന്നു ബിമൽ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പിന്നീട് ജനാധിപത്യ വേദിയുടെ ഒരു പ്രധാന പ്രവർത്തകനായി മാറിയത്. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും, കേരളത്തിലെ ഓരോ ഗ്രാമവും ഒരു സാംസ്കാരിക ഗ്രാമമായിരുന്ന ഒരു കാലം. നവോത്ഥാനത്തിൻ്റെയും അതിനെ തുടർന്ന് വന്ന വലിയ ഉണർച്ചകളുടെയും ഒരു കാലമായിരുന്നു അത്. ധാരാളം ലൈബ്രറികളും കലാസമിതികളും കൊണ്ട് സമൃദ്ധമായിരുന്നു അക്കാലത്തെ എല്ലാം ഗ്രാമീണ ജീവിതം. അത് ക്രമേണ അപചയിച്ചു തുടങ്ങിയ ഈ കാലത്ത് ഇപ്പോൾ കെ.എസ്. ബിമലിൻ്റെ പേരിൽ ഒരു സാംസ്കാരിക ഗ്രാമം ഉയർന്നു വരുന്നു എന്നത് വളരെയധികം ആഹ്ലാദകരവും അഭിമാനകരവുമാണ്. കാരണം ബിമലിൻ്റെ ഓർമ്മ നിലനിർത്തുക മാത്രമല്ല അതിലൂടെ നാം ചെയ്യുന്നത്, ഒരു ഗ്രാമത്തെ മുഴുവൻ തന്നെ ഉണർത്തിയെടുക്കുകയാണ്. അതിൽ സ്ഥാപിക്കപ്പെടുന്ന തിയേറ്ററുകൾ, കലാസമിതികൾ, നൃത്ത സംഗീതാദികളുടെ അവതരണത്തിനുള്ള പലതരം വേദികൾ, വായനശാലകൾ, ഇങ്ങനെ അനേകം രീതികളിൽ ആ ഗ്രാമത്തെ മുഴുവൻ തന്നെ ഉത്തേജിതമാക്കാനുള്ള ആത്മാർത്ഥവും സൗഹൃദപൂർണവുമായൊരു പ്രവർത്തനമാണ് ഈ സ്മാരകത്തിൻ്റെ നിർമ്മാണത്തിലൂടെ ബിമലിൻ്റെ പഴയ സുഹൃത്തുക്കളും പുതിയ സഹൃദയരും എല്ലാവരും ചേർന്ന് അവിടെ നടത്തുന്നത്. ബിമലിൻ്റെ ഓർമ്മയ്ക്കായുള്ള ഈ സമ്മേളനത്തിൽ പരോക്ഷമായെങ്കിലും പങ്കെടുക്കാനും അതിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരാനും എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ സ്മാരകം ദീർഘകാലം നിലനിൽക്കുകയും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൽ നിങ്ങളുടെ എല്ലാം ഹൃദയം നിറഞ്ഞ സഹകരണം ഉണ്ടാകും എന്ന് ഞാൻ നിശ്ചയമായും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയും കേരളവും ചില അതിഭീകരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലത്താണ് നാം കൂടിയിരിക്കുന്നത്. ഇന്ത്യ ഫാസിസത്തിലേക്ക് ഓരോ നിമിഷവും അടിവെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പുതിയ കോർപ്പറേറ്റ് ബൂർഷ്വാസിയും ഹിന്ദുത്വവും ചേർന്ന് ഈ ഫാസിസത്തിനുള്ള വലിയ അടിത്തറ പണിതുകൊണ്ടിരിക്കുന്നു. അത് ഭരണഘടനയെ തകർക്കുകയും ജനാധിപത്യത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ഒരിക്കലും ജനാധിപത്യത്തിൽ പാസ്സാക്കാൻ പാടില്ലാത്ത ബില്ലുകൾ കർഷകർക്കും തൊഴിലാളികൾക്കും എല്ലാം എതിരായ രീതിയിലുള്ള നിയമങ്ങൾ പാസ്സാക്കുകയും സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ സ്വന്തം കാര്യത്തിനും അധികാര ലാഭത്തിനും വേണ്ടി മാത്രം ലോകസഭ നിയോജക മണ്ഡലങ്ങൾ പുനഃക്രമീകരിക്കുകയും ഒക്കെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. നമുക്കറിയാവുന്നതുപോലെ ഈ ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാനം ഒരു ഭാഗത്ത് ആര്യവംശത്തിൻ്റെ പേരിലുള്ള മഹത്വ പ്രകീർത്തനങ്ങൾ, മറ്റൊരു ഭാഗത്ത് ഹിന്ദി എന്ന ഭാഷയെ ഇന്ത്യയുടെ മുഴുവൻ ഭാഷയാക്കാനുള്ള ശ്രമങ്ങൾ, വേറൊരു ഭാഗത്ത് സംസ്കൃതത്തിൻ്റെ നഷ്ടപ്പെട്ട ഗരിമ തിരിച്ചുപിടിക്കാനുള്ള നിരന്തരമായ പ്രയത്നങ്ങൾ, അതോടൊപ്പം തന്നെ ഹിന്ദു എന്ന ഒരുപക്ഷെ ഒരിക്കലും ആ അർത്ഥത്തിൽ നിലനിന്നിട്ടില്ലാത്ത ഒരു മതത്തെ നിർമ്മിക്കാനും അതിനെ ജനങ്ങളുടെ മുഴുവൻ മതമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കാനും ഹിന്ദു എന്ന് വിളിക്കപ്പെടാത്ത ആളുകളെ മുഴുവൻ തന്നെ അന്യവൽക്കരിക്കാനുമുള്ള ശ്രമങ്ങൾ, ഇവയെല്ലാം നാം നിരന്തരം കാണുന്നുണ്ട്. പലതരത്തിലുള്ള ന്യൂനപക്ഷങ്ങൾ
മതന്യൂനപക്ഷങ്ങളും വംശന്യൂനപക്ഷങ്ങളും ആദിവാസികളെയും ദളിതരെയും പോലുള്ള ഏറ്റവും അധികം സഹിക്കുന്ന മനുഷ്യരുമെല്ലാം തന്നെ നിരന്തരമായി പാർശ്വവൽക്കരിക്കപ്പെടുന്നത് നാം കാണുന്നുണ്ട്. ഇത് തന്നെയാണ് LGBTIQ മനുഷ്യരുടെയും കഥ. ഈ തരത്തിലുള്ള അതിഭീകരമായ ഒരു സമഗ്രാധിപത്യ ഭരണം ഇന്ത്യയെ ക്രമേണ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ഇവിടെ ഈ തരത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയേണ്ട കാര്യമാണ്, അധികാര ലാഭം മിക്കവാറും എല്ലാ കക്ഷികളുടെയും ഏറ്റവും പ്രധാനമായ ഒരു ലക്ഷ്യമായി മാറിയിരിക്കുന്നു. അധികാര ലാഭത്തിനും അധികാര തുടർച്ചയ്ക്കും വേണ്ടി എന്ത് തരത്തിലുള്ള നുണകൾ പറയാനും ജനങ്ങളുടെ ചിലവിൽ സ്വന്തം പരസ്യങ്ങൾ നടത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ നിരന്തരമായി പാർട്ടികൾ, പ്രത്യേകിച്ചും അധികാരത്തിലുള്ള പാർട്ടികൾ നടത്തിപ്പോരുന്നത് നാം കാണുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അധികാര കേന്ദ്രിതമായ രാഷ്ട്രീയത്തിൽ നിന്ന് ജനകീയമായ ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള പരിവർത്തനമാണ് ഇന്ന് ഇടതുപക്ഷത്തിന് അനിവാര്യമായിട്ടുള്ളത്. സ്വയം അതിന് ഇടതുപക്ഷമെന്ന് വിളിക്കണമെങ്കിൽ ജനങ്ങളുടെ കൂടെ, ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങളുടെ കൂടെ നിന്നേ പറ്റൂ. ഈ ജനാധിപത്യത്തെ അടിത്തട്ടിലുള്ള, നാം ശബ്ദങ്ങൾ കേൾക്കാത്ത, നാം ഒരിക്കലും കാണാത്ത മനുഷ്യരുടെ കൂടി പ്രതിനിധാനം വഹിക്കുന്ന ഒരു സംവിധാനമാക്കി മാറ്റിയേ തീരൂ. ആ രീതിയിലുള്ളൊരു വലിയ രാഷ്ട്രീയ പരിവർത്തനം കേരളത്തിലും ഇന്ത്യയിലും മുഴുവൻ തന്നെ നടന്നെങ്കിൽ മാത്രമേ കേവലം ഔപചാരികമായി ഇന്നത്തെ ജനാധിപത്യത്തിൽ നിന്ന് യഥാർത്ഥമായ ജനാധിപത്യത്തിലേക്ക് കേരളത്തിനും ഇന്ത്യക്കും നീങ്ങാൻ കഴിയൂ. ഇടതുപക്ഷത്തിൻ്റെ യഥാർത്ഥമായ മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാനും കഴിയുകയുള്ളൂ. ജനാധിപത്യ വേദി പോലുള്ള സംവിധാനങ്ങളുടെ സുപ്രധാനമായ പരിശ്രമങ്ങളിലൊന്ന് ഈ രീതിയിൽ ജനാധിപത്യത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അർത്ഥം തിരിച്ച് നൽകുക എന്നതാണ്. നമുക്കറിയാം, ജാതിയും മതവും ഇല്ലാതായി എന്ന് പറഞ്ഞ കേരളത്തിൽ പോലും സമീപകാലത്ത് ജാതിയുടെ പേരിലുണ്ടായ പീഡനത്തെക്കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചും നമുക്കറിയാം. അതിനു മുമ്പ് രോഹിത് വേമുലയുടെ കാലം നിയമം കൊണ്ടുവന്നു, അതിനെ പ്രതിപക്ഷം പരാജയപ്പെടുത്തി എന്ന പ്രധാനമന്ത്രിയുടെ വാദത്തെ പിന്തുണയ്ക്കുന്നതായി കാണുന്നുണ്ട്. അത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. കാരണം ഒരിക്കലും സ്ത്രീകൾക്ക് വേണ്ടിയല്ല ആ നിയമം കൊണ്ട് വരപ്പെട്ടത്. നേരെ മറിച്ച് സ്ത്രീകളെ തങ്ങളുടെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയുള്ള പല പല തന്ത്രങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു അത് പരാജയപ്പെടുത്തുക എന്നത്, പ്രത്യേകിച്ചും മണ്ഡല പുനർനിർണയം പരാജയപ്പെടുത്തുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ സ്വാഭാവികമായ ജനാധിപത്യപരമായ ചുമതലയും കടമയുമായിരുന്നു. അത് നിർവഹിക്കുക മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളൊരു നിയമത്തെ പരാജയപ്പെടുത്തി എന്ന ആരോപണം പ്രതിപക്ഷത്തിന് നേരെ ഉന്നയിക്കുന്നത് അല്പം പോലും ശരിയല്ല. മറിച്ചുള്ള ഒരു തന്ത്രം എന്ന നിലയിൽ മാത്രമാണ് ആ ബില്ല് കൊണ്ടുവരപ്പെട്ടത്. അത് ചിലപ്പോഴൊക്കെ പാസ്സാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ബില്ല് കൊണ്ടുവരപ്പെട്ടത്. പിന്നീട് അതിൻ്റെ പേരിൽ പ്രതിപക്ഷത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട് ദൂരദർശനിലൂടെ പ്രധാനമന്ത്രി പ്രഭാഷണം നടത്തിയത്. അവയുടെ പ്രഭാവവും ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. എന്നാൽ വാസ്തവത്തിൽ ജാതി കേരള സമൂഹത്തിൽ ഇല്ലാതായിട്ടില്ല എന്നല്ല, അത് ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത് എന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിൽ കാണാൻ കഴിയും. പലപ്പോഴും നാം നിലത്ത് വിരിക്കുന്ന കാർപ്പറ്റിനടിയിലേക്ക് ജാതിയെ തള്ളി നീക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നേരിട്ട് ആളുകൾ പരസ്പരം ജാതി ചോദിക്കുന്നില്ലായിരിക്കാം. അതിന് പകരം ഒരാളുടെ കുടുംബത്തെ പറ്റിയോ അച്ഛനമ്മമാരെയോ പറ്റിയോ ഒക്കെ ചോദിച്ച് ക്രമേണ ആ ആളുടെ ജാതി അറിയാനുള്ള ശ്രമം കേരളത്തിൽ വളരെ സ്വാഭാവികമാണ്. എന്നല്ല, സ്കൂളുകളിൽ പോലും നാം കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ എടുക്കുകയാണെങ്കിൽ പലപ്പോഴും ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ കൂട്ടുകെട്ടുകൾ രൂപപ്പെടുന്നത് എന്ന് കാണാം. ഇത് ഞങ്ങളുടെയൊന്നും കുട്ടിക്കാലത്ത് ആലോചിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമായിരുന്നു. കാരണം ഞങ്ങളുടെയൊക്കെ തലമുറ വളർന്നു വരുന്ന, സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ധാരാളമായിട്ട് ആരുടെയും മതം എന്താണ്, ജാതി എന്താണ് എന്ന് അന്വേഷിച്ചല്ല കൂട്ടുകാരെ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്ന് ആ തരത്തിലുള്ള ചിന്ത കേരളത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. നമുക്കറിയാം, സമീപകാലത്ത് ജാതി പീഡനത്തിൻ്റെ പേരിൽ ഒരു വിദ്യാർത്ഥി ഇല്ലാതെ തന്നെ ആയിപ്പോയത്. എന്നാൽ ക്രമേണ അതൊരു സ്വാഭാവിക കാര്യമാണ് എന്ന രീതിയിൽ എല്ലാ മാധ്യമങ്ങളും അവതരിപ്പിക്കുകയും അതിന് മറ്റ് കാരണങ്ങൾ കണ്ടുപിടിക്കുകയും അത്
കേരളത്തിൽ എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നും അതിന് ജാതിയുമായി ബന്ധമില്ലെന്നും വരുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് നാം കാണുകയുണ്ടായി.